തൻ്റെ ചെറിയ കുട്ടിയെ മടിയിൽ വെച്ച് ലാളിക്കുന്ന ഈ ചേച്ചിക്കുമുണ്ടാകില്ലേ സ്വന്തം കുഞ്ഞിനെ ഓമനിക്കാനുള്ള അഭിവാഞ്ച. ദീർഘനിശ്വാസങ്ങളും നെടുവീർപ്പുകളും അലിഞ്ഞു ചേരുന്ന ഇവരുടെ വേദന ആരറിയാൻ. പാറുക്കുട്ടി എല്ലാം മറന്ന് അനുജത്തിമാരോടും അനുജന്മാരോടും കൂടി ബഹളം വെച്ച് തമാശ പറഞ്ഞ് ഒരാഴ്ച കഴിച്ചുകൂട്ടി. പരമൻ അവളെയും കുട്ടികളെയും കൂട്ടാൻ വന്ന ദിവസം അവൾ ആഗ്രഹമില്ലാതെ പുറപ്പെട്ടു. പരമേശ്വരൻ മനസ്സു തുറന്ന് പാർവതിയോട് സംവദിച്ചിട്ട് കുറച്ചു നാളുകളായി. നങ്ങേമ്മ കുറച്ച് കൊപ്രയെടുത്ത് ഉണക്കാനിട്ടു. നാളികേരം ഇട്ടിട്ടില്ല. താഴെ വീഴുന്ന നാളികേരം പെറുക്കിയെടുത്ത് ഉണ്ണിച്ചീരുവിനെക്കൊണ്ട് പൊതിച്ച് ഉണക്കാനായി ഇട്ടിട്ട് 5-6 ദിവസങ്ങളായി. ഇടയ്ക്ക് മഴ വീഴുന്നത് കാരണം നന്നായി ഉണക്കാൻ സാധിച്ചിരുന്നില്ല. ആ സമയത്തായിരുന്നു മാധവൻ 10 മണിക്കുള്ള കഞ്ഞി കുടിക്കാനായി എത്തിയത്. ഇന്ന് കുരിശ്ശേരിയിൽ ചെല്ലാം എന്ന് പറഞ്ഞ ദിനമാണ്. എന്തു ചെയ്യേണ്ടു ഓപ്പോളെ? അയാൾ ഓപ്പോളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. കൊപ്ര നിരത്തിയ ശേഷം നങ്ങ തിരിഞ്ഞു നിന്നു. താനിവനോട് എന്തു പറയും? ഇന്ന് വരെ തൻ്റെ വാക്കുകളെ മറ്റാരും എതിർത്തിട്ടില്ല. പാർവിൻ്റെയും പരമൻ്റെയും ജീവിതം സുരക്ഷിതമാക്കുകയാണ് തൻ്റെ ലക്ഷ്യമെന്ന് അവരെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? നങ്ങ തൻ്റെ കൂടപ്പിറപ്പിനെ ആശ്വസിപ്പിച്ചു. അയാൾ തൻ്റെ കൈവശമുള്ള ഒരു പെട്ടി ഓപ്പോളുടെ കൈവശം കൊടുത്തു. ഇത് പാർവിനാണ്. ഓള് വരുമ്പോൾ ഇത് കൊടുത്തോളുക. അയാൾ അതിനുശേഷം പുറത്തേക്ക് പോയി. നങ്ങ മെല്ലെ ആ പെട്ടിയൊന്ന് തുറന്നു നോക്കി. അവരുടെ മിഴികൾ അത്ഭുതം കൊണ്ട് വിടർന്നു. അത് നിറയെ സ്വർണ്ണാഭരണങ്ങളായിരുന്നു. ചാരു ഉപയോഗിച്ചിരുന്നതും ഉപയോഗിക്കാത്തതുമായ സ്വർണ്ണാഭരണങ്ങൾ. പരമനും പാറുക്കുട്ടിയും വന്നപ്പോൾ അവരത് പാറുക്കുട്ടിയെ ഏൽപ്പിച്ചു. അതിനുശേഷം പാർവിനോട് പറഞ്ഞു, ഇനി ധാരാളം ഭാഗ്യങ്ങൾ എൻ്റെ കുട്ടിക്ക് വരാനിരിക്കുന്നു. ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല. പാറു പരമനെ ദയനീയമായി നോക്കി. ഗത്യന്തരമില്ലാതെ അയാൾ തല കുമ്പിട്ടു നിന്നു. നങ്ങ കൊടുത്ത ആഭരണപ്പെട്ടി അവൾ വാങ്ങി പരമനെ ഏൽപ്പിച്ചു. അന്നത്തെ അത്താഴം മാമയ്ക്ക് കൊടുക്കാനുള്ള സമയമായി. അന്ന് പക്ഷേ പരമനോട് പാറു മാമയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ ആവശ്യപ്പെട്ടതേയില്ല. ഇന്ന് ഞാൻ അത്താഴം മാമയ്ക്ക് കൊണ്ടുപോയി കൊടുത്തോളാം. അവളുടെ മുഖത്ത് ഒരു ദൃഢനിശ്ചയത്തിൻ്റെ ഭാവമുണ്ടായിരുന്നു. പരമൻ തളർന്നു. മുഖത്തെ രക്തമയം വാർന്നൊഴുകിയ പ്രതീതി. അവൾ മേൽ കഴുകി വന്നു. ഉണ്ണിയെ ഉറക്കി. അമ്മ നങ്ങ വലിയ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു. അമ്മേൻ്റെ കുട്ടിയല്ലേ, മാമ അന്യനൊന്നും അല്ലല്ലോ. ആയതുകൊണ്ട് എൻ്റെ കുട്ടി ഇന്നത്തെ ഭക്ഷണം മാമയ്ക്ക് കൊണ്ടുപോയി കൊടുത്തോളുക. നങ്ങ പറഞ്ഞു നിർത്തി. പാറു നിശബ്ദയായിരുന്നു. അവൾ പരമനോട് സംസാരിച്ചതേയില്ല. അർജുനന് പാഞ്ചാലിയുടെ മുൻപിൽ നിസ്സഹനായി നിന്നതുപോലെ. പരമൻ വളരെ വിഷണ്ണനായി കാണപ്പെട്ടു. അയാൾ കുട്ടികളുടെ ഒപ്പം ശയിക്കാൻ പുറപ്പെട്ടു. എടുക്കുന്നതും പിടിക്കുന്നതുമെല്ലാം വളരെ യാന്ത്രികമായി പാറുവിന് തോന്നി. പൂമുഖത്തിരുന്ന ശങ്കുനായരും നങ്ങേമ്മയും സമാധാനത്തോടെ പാറുവിനെ നോക്കി. അവൾ ഭക്ഷണപാത്രങ്ങൾ അടുക്കിപ്പിടിച്ച മാമയുടെ നാലുകെട്ടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി. അവൾക്ക് ഭയമൊന്നും തോന്നിയിരുന്നില്ല. വല്ലപ്പോഴും കാണുന്ന മുഖം, കാണുമ്പോൾ ഒരു ചിരി, സുഖം തന്നെയല്ലേ എന്ന ചോദ്യം. മാധവൻ പാറുവിനെ കണ്ടതും ഓഫീസ് മുറിയിലെ കസാലയിൽ നിന്നും എഴുന്നേറ്റു.